PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന പ്യൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ പരീക്ഷയുടെ മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും എന്നുള്ള ഭാഗത്തു നിന്നുള്ള 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ നമ്മളത് ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ 91ാമത്തെ ചോദ്യം 5 + 3 ഹരണം 2 + 4 സ്ക്വയർ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. 5 + 3 8, 8 ഹരണം 2, അപ്പോൾ 4 വരും. 4 + 4 സ്ക്വയർ, 4 സ്ക്വയർ 16 + 4 20, അപ്പോൾ A ആണ്. ഇനി 92, താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ 2, 2ഉം 4ഉം ആണ് 6. പിന്നെ 4 കഴിഞ്ഞാൽ പിന്നെ 2ഉം കൂടെ കൂട്ടി 6ഉം 6ഉം 12 ആക്കി. പിന്നെ 12 കഴിഞ്ഞാൽ 12ൻ്റെ കൂടെ 8 കൂട്ടി 20 ആക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 20ൻ്റെ കൂടെ പിന്നെ അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 4, പിന്നെ അടുത്തതിൽ 6, 6ഉം 12 തമ്മിൽ, പിന്നെ 12 20 തമ്മിലുള്ള വ്യത്യാസം 8. അപ്പോൾ ഇനി അടുത്തത് 10 വരുന്നത്. അപ്പോൾ 20ഉം 10ഉം 30 വരും. അതായത് B ആണ് വരിക. ഇനി അടുത്തത് 93ാമത്തെ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. അപ്പോൾ നമുക്കറിയാമല്ലോ, അത് 2, 3, 5, 11 ആണ് വിഭജിക്കാൻ പറ്റാത്തത്. ഇനി 94, 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? അത് പൂർണ്ണസംഖ്യയാണ്, പിന്നെ രേഖീയ സംഖ്യയാണ് എന്നുള്ള. എണ്ണൽ സംഖ്യയിൽ നമ്മൾ 1, 2, 3 അങ്ങനെയാണല്ലോ പറയാറ്. അപ്പോൾ D ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി 95, താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നിരിക്കണതിൽ ഒറ്റയാനെന്ന് പറയണത്, താഴെ പറയുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളത് 36 6 സ്ക്വയറാണ്, പൂർണ്ണവർഗ്ഗമാണ്. 25 5ൻ്റെ വർഗ്ഗമാണ്, 25 5 25, 49 7ൻ്റെ വർഗ്ഗമാണ്, അപ്പോൾ 28 C വരും. 96, താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഇവിടെ അക്ഷരങ്ങളൊക്കെ തെറ്റിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതാവുമ്പോൾ ഉപകരണം കൂടി ആവണം. അപ്പോൾ പ്രൊട്രാക്ടറാണ് ഈ തന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയത്. ഇനി 97ാമത്തെ, സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. അപ്പോൾ മകൻ്റെ വയസ്സ് എത്ര? അപ്പോൾ മകൻ്റെ വയസ്സ് X വിചാരിക്കുക. അപ്പോൾ 3 മടങ്ങ് കഴിയുമ്പോൾ 3x സീതയുടെ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ അപ്പോൾ 3x + x, അതായത് 4x 60. അപ്പോൾ x 60/4 15 വരും. ഇനി 98, ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 PM അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ യാത്രയ്ക്കെടുത്ത സമയം 10 AM എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി. പിന്നെ 12 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ PM എന്നാണല്ലോ പറയുക. അപ്പോൾ 3 മണിക്കൂർ B ആണ് ഉത്തരം. ഇനി 99ാമത്തെ, 3/2 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ്. അപ്പോൾ 3/2 × 10, 2 10ൽ 5 പ്രാവശ്യം വെട്ടിപ്പോവും. 5 × 3 15 കിലോഗ്രാം. 100ാമത്തെ, 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? അപ്പോൾ 65 പേരിൽ മുന്നിൽ നിന്ന് 37 ആകുമ്പോൾ പിന്നിൽ ബാക്കി 28 പേരുണ്ട്. അപ്പോൾ പിന്നിൽ നിന്ന് എടുക്കുമ്പോൾ ഇവൻ 29ാമൻ സിദ്ധാർത്ഥ്. അപ്പോൾ ഉത്തരം C 29 വരും. അപ്പോൾ ഇത്രയാണ് ഈ മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും എന്നുള്ള ഭാഗത്തുനിന്ന് ഇന്നത്തെ പരീക്ഷയ്ക്ക് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.